ഹായ് ഗായ്സ്, ബ്രില്യൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും എത്തിയിരിക്കുകയാണ് പുതിയൊരു വീഡിയോയുമായി. അപ്പോൾ ആ വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ. നമുക്ക് ആദ്യം വേണ്ട ഈ വണ്ണത്തിലുള്ള ഒരു PVC പൈപ്പാണ് കേട്ടോ. അത് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാക്കി നിവർത്തിയെടുക്കാം. ഇനി നിവർത്തിയെടുത്തതിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ നീളത്തിൽ നമുക്ക് 2 കഷ്ണങ്ങൾ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ 2 കഷ്ണങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ കട്ട് ചെയ്ത 2 കഷ്ണത്തിൻ്റെ ഈ സൈഡ് നമുക്കിതുപോലെ റെഡിയാക്കി എടുക്കാം. നമ്മൾ ഈ ചാവിയുടെ പിടിയിൽ നിന്നും ചാവി മാത്രം ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ 2 കഷ്ണത്തിൽ നമ്മുടെ ചാവിയുടെ പിടിയുടെ ആ ഒരു ഭാഗം ഒന്ന് മാർക്കർ ഉപയോഗിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി നമുക്കൊരു സോൾഡറിങ് ആണ് ഉപയോഗിച്ചിട്ട് ആ ഒരു ചാവിയുടെ പകുതി ഭാഗം ഒന്ന് പതിച്ചു കൊടുക്കാം. ഞാൻ പതിച്ചു കൊടുത്തൊരു കത്തി ഉപയോഗിച്ച് ഒന്ന് റെഡിയാക്കി എടുത്ത ശേഷം ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഒരെണ്ണം കൂടെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ 2 കഷ്ണവും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഇതിലൊന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഒട്ടി നിൽക്കുന്ന പശയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഫെവിക്വിക്ക്. അപ്പോൾ നമ്മൾ ആ പശ ആ 2 കഷ്ണത്തിൽ നല്ലപോലെ ആക്കിയ ശേഷം നല്ലപോലെ പ്രസ് ചെയ്ത് പിടിച്ച് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ എല്ലാ സൈഡും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു ഡിസൈനിലുള്ള ത്രിശൂലത്തിൻ്റെ സ്റ്റിക്കർ നമ്മൾ കട്ട് ചെയ്ത് വാങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റിക്കർ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു PVC കഷ്ണത്തിലേക്ക് നമുക്ക് ആ ഒരു ചാവിക്ക് കത്താക്കി വെച്ച ശേഷം ഒട്ടിച്ച് ഇതുപോലത്തെ ഒരു CD മാർക്കർ ഉപയോഗിച്ച് നമുക്കതൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ട് ഈ ഒരു സ്റ്റിക്കർ ഇളക്കി മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി നമ്മൾ വരച്ച് വെച്ചിട്ടുള്ള ആ ഡിസൈൻ ഇതുപോലത്തെ കട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു സൈഡ് നമ്മൾ അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് മറ്റേ സൈഡും കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ വരച്ച ആ ഡിസൈൻ നല്ല അടിപൊളിയായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഡ്രില്ല് ഉപയോഗിച്ച് തുളച്ച് ഈ ഒരു സ്ഥലത്തായിട്ട് നമുക്ക് 2 ഹോളുകൾ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ 2 ഹോളുകൾ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വൈസിൽ കുടുക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ. ഇനി നമുക്ക് ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്ത ആ ഭാഗം ഒന്ന് കത്തി കൊണ്ട് റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിനുസപ്പെടുത്തി എടുക്കാവേ. ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ത്രിശൂലത്തിൻ്റെ ആ കോണ് കാര്യങ്ങളൊക്കെ ഒന്ന് കത്തി കൊണ്ട് സെറ്റ് ചെയ്ത് നമുക്ക് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് അടിപൊളിയാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആവാനായി. ഇനി ലാസ്റ്റ് പണിയിലോട്ട് പോകും. ഇതിനകത്ത് കാണുന്ന ഈ ഒരു കുഞ്ഞു ഹോളിലേക്ക് ലേശം ഫ്ലഷ് കുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ചാവിയും കൂടെ അതിനകത്ത് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ത്രിശൂലം ചാവി സെറ്റായിട്ടുണ്ട് ഗൈസ്. എങ്ങനെയുണ്ട്? പൊളിച്ചില്ലേ? അപ്പം നമുക്കിതൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു ചാവി നമ്മൾ ടെസ്റ്റ് അടിക്കാനായിട്ട് പോവാണ്. കണ്ടോ ഗൈസ്, സെറ്റാണ്. ന്യൂട്രലായിട്ട് കത്തി. ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.